ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം അടുത്ത വർഷം ഓഗസ്റ്റിൽ പൂർത്തിയാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രവാസികളുടെ തടഞ്ഞുവെച്ച പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് പ്രവാസി ലീഗ്. മാനാഞ്ചിറ അൻസാരി പാർക്കിന് സമീപം മിയാവാക്കി മാതൃക സൂക്ഷ്മവന നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം. ചെന്നൈ എക്സ്പ്രസ് ട്രെയിനിന് കൊല്ലങ്കോട് സ്റ്റോപ്പ് അനുവദിച്ചതിൽ റെയിൽവേ മന്ത്രിക്കും റെയിൽവേ അധികൃതർക്കും MVR ക്യാൻസർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണന്റെ അഭിനന്ദനം. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ പ്രവാസി ഭാരതീയ ദിന ആഘോഷ പരിപാടികൾ കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം അടുത്ത വർഷം ഓഗസ്റ്റിൽ പൂർത്തിയാകുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിർമ്മാണം ഇഴയുകയാണെന്ന ആശങ്ക വേണ്ടെന്നും നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇഴയുകയാണെന്ന MK രാഘവൻ MP-യുടെ പരാതിയെ തുടർന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവലോകനത്തിന് എത്തിയത്. നിർമ്മാണത്തിന് വേഗക്കുറവില്ലെന്നും ഏറ്റവും പ്രധാനവും കഠിനവുമായ ഘട്ടമാണിപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മണ്ണിന്റെ ഘടന, ഉപ്പിന്റെ അംശം, കാലാവസ്ഥ എന്നിവയെല്ലാം നിർമ്മാണത്തെ സ്വാധീനിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ കുറവില്ല. യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയാണിപ്പോൾ പ്രധാനം. അതിൽ പ്രശ്നങ്ങളില്ലെന്നും സമയക്രമം പാലിച്ച് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരും റെയിൽവേ ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകി. സ്റ്റേഷന്റെ കിഴക്കേ കവാടത്തിലെ നിർമ്മാണ പുരോഗതി നേരിൽ കണ്ട് വിലയിരുത്തിയ കേന്ദ്രമന്ത്രി 4ാം പ്ലാറ്റ്ഫോമിലെ കടകൾ സന്ദർശിച്ചു. തുടർന്ന് പ്രോജക്ട് ഓഫീസിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനി ജീവനക്കാരും പങ്കെടുത്ത യോഗത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കോഴിക്കോടിന്റെ ബഹുമാനീയനായ MP ശ്രീ രാഘവൻ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കൊല്ലത്ത് ഇവാലുവേഷന് പോയ സമയത്ത് ട്രെയിനിൽ കൂടെ ഉണ്ടായിരുന്നു. ആവശ്യപ്പെട്ടതിന് പ്രകാരം റെയിൽവേ മന്ത്രിയെ അറിയിച്ചിട്ടാണ് ഇവിടെ ജോർജ് കുര്യൻ സാർ വന്ന് എല്ലാം കൃത്യമായിട്ട് നടത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ അദ്ദേഹത്തിന് ചില പരിദേവനങ്ങളുണ്ടായിരുന്നു. അത് വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഭയപ്പെടുന്നത് മാതിരിയുള്ള ആശങ്കയ്ക്ക് വകയുള്ള ഒരു കാര്യവുമില്ല എന്ന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും കോൺട്രാക്ടറും DRM-ന്റെ മേൽനോട്ടത്തിൽ ഇത്രയും കാലം നടത്തിയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ട്സിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൃത്യമായി ഓഗസ്റ്റ് 2027 പൂർണ്ണമായി പണി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. MK രാഘവൻ MP, റെയിൽവേ ഡിവിഷണൽ മാനേജർ മധു കാർ റൌട്ട്, ADRM P ജയകൃഷ്ണൻ, സീനിയർ ഡിവിഷണൽ കമേഴ്സ്യൽ മാനേജർ ഡോക്ടർ അരുൺ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റേഷൻ മാനേജർ CK ഹരീഷ്, RPF ഇൻസ്പെക്ടർ N കേശവദാസ് എന്നിവരും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് തുടങ്ങിയ BJP നേതാക്കളും കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. നടൻ ഇടവേള ബാബു റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസികളുടെ തടഞ്ഞുവെച്ച പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് പ്രവാസി ലീഗ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പ്രവാസി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഉമ്പിച്ചി മമ്മു ഉദ്ഘാടനം ചെയ്തു. അംശാദായം അടച്ച അപേക്ഷ നൽകിയ പ്രവാസികളുടെ പെൻഷൻ ഉടൻ നൽകുക, ക്ഷേമനിധിയിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരം നൽകുക, പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചെത്തിയ പ്രവാസികളെ ഉൾപ്പെടുത്തുക, പ്രവാസി പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക, പ്രവാസി ക്ഷേമനിധിയിൽ ചേരാനുള്ള പ്രായപരിധി എടുത്തുകളയുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു ധർണ.
കോഴിക്കോട് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പ്രവാസി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഇമ്പിച്ചി മാമു ഉദ്ഘാടനം ചെയ്തു. നിരവധി ഞങ്ങളുടെ സഹോദരന്മാർ പ്രവാസി ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന ആ മാസത്തിൽ കിട്ടുന്ന പെൻഷൻ തടഞ്ഞു വെച്ചതിന് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ അവർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. അതിന് പരിഹാരം കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോർക്ക ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ പട്ടണത്തിലുള്ള സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഭാര്യ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളും മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും പ്രവാസികളുടെ നീറുന്ന പ്രശ്നങ്ങൾ നന്നായി അറിയാനിട്ടില്ല. അവരുടെ മുമ്പിലൊക്കെ പല തവണകളായി നമ്മൾ ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനൊന്നും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നതാണ് വാസ്തവം. ജില്ലാ ഭാരവാഹികളായ കരാളത്ത് പോക്കർ ഹാജി, ഹാഷിം കോയത്തങ്ങൾ, KB ഷെരീഫ്, മഞ്ചയിൽ മൂസ ഹാജി തുടങ്ങിയവരും സംസാരിച്ചു. മറ്റ് പ്രവർത്തകരും ഭാരവാഹികളും ധർണാ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മാനാഞ്ചിറ അൻസാരി പാർക്കിന് സമീപം മിയാവാക്കി മാതൃക സൂക്ഷ്മ വന നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പാരിസ്ഥിതികം പദ്ധതിയുടെ ഭാഗമായി കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയാണ് വനം നിർമ്മിക്കുന്നത്. മാനാഞ്ചിറ അൻസാരി പാർക്കിന് സമീപത്തെ 1 സെന്റ് സ്ഥലത്തെ മണ്ണ് 1 മീറ്റർ ആഴത്തിൽ നീക്കുന്നതിന്റെ പ്രവൃത്തിയോടെയാണ് മിയാവാക്കി വനനിർമ്മാണം തുടങ്ങിയത്. ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളാണ് ശ്രമദാനത്തിന് തുടക്കമിട്ടത്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രൊജക്ട് ഫെലോ ഡോക്ടർ മിഥുൻ വേണുഗോപാൽ നിർദ്ദേശിച്ച ഫലവൃക്ഷ ഔഷധ സസ്യങ്ങളുടെയും അടിക്കാടുകളുടെയും തൈകളാണ് നട്ടുപിടിപ്പിക്കുക. സോഷ്യൽ വർക്ക് വകുപ്പ് മേധാവി ഡോക്ടർ അനീഷ് കുര്യൻ, ഫാക്കൽറ്റി അംഗങ്ങളായ ഡോക്ടർ ഫാദർ ബിനോയ് പോൾ, അനീഷ CB എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ശ്രമദാനത്തിൽ പങ്കാളികളായി. ദർശനം മിയാവാക്കി വനനിർമ്മാണ വിദഗ്ധൻ P ബാബുദാസ്, MN രാജേശ്വരി, ആബിദ പള്ളിത്താഴം, മിനി ജോസഫ്, KM ശ്രീനിവാസൻ, കൊല്ലറയ്ക്കൽ സതീശൻ, MA ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന് ആദരാഞ്ജലി അർപ്പിച്ചായിരുന്നു പ്രവർത്തികൾ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെന്നൈ എക്സ്പ്രസ് ട്രെയിനിന് കൊല്ലങ്കോട് സ്റ്റോപ്പ് അനുവദിച്ചതിൽ റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും റെയിൽവേ അധികൃതരെയും അഭിനന്ദിച്ച MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ. പൊതുജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് പൂവണിഞ്ഞതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കൊല്ലങ്കോട്, നെന്മാറ, പല്ലച്ചന, എലവഞ്ചേരി, കൊടുവായൂർ, വടവന്നൂർ എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പളനി, മധുര, പൊള്ളാച്ചി, ചെന്നൈ എന്നീ സ്ഥലങ്ങളിലേക്കും പാലക്കാട് നഗരത്തിലേക്കും എത്തിച്ചേരാൻ ഈ ട്രെയിൻ വളരെ ഗുണകരമായി തീരും. ഈ വിഷയം ഉന്നയിച്ച് നിരവധി നിവേദനങ്ങൾ വകുപ്പ് മന്ത്രിക്ക് നൽകുകയും പാലക്കാട് ഡിവിഷൻ മാനേജരെ നേരിട്ട് കാണുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നുവെന്നും CN വിജയകൃഷ്ണൻ പറഞ്ഞു. ഈ വിഷയം ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂണിയൻ അസോസിയേഷൻ വർക്കിംഗ് ചെയർമാനും MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ചാക്കുണ്ണി മുഖേന ചെന്നൈ, പാലക്കാട് ഡിവിഷൻ മാനേജർമാരെയും റെയിൽവേ ബോർഡ് ചെയർമാനെയും നേരിൽ കണ്ടും നിവേദനം നൽകി. പാലക്കാട്, പൊള്ളാച്ചി, മധുര, രാമേശ്വരം വഴി വന്ദേ ഭാരത് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും നിവേദനം നൽകിയിട്ടുണ്ടെന്നും CN വിജയകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. പൊതുജനങ്ങളുടെ ചിരകാല അഭിലാഷമാണിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഈ കാര്യത്തിൽ റെയിൽവേ വകുപ്പ് മന്ത്രിക്കും റെയിൽവേയോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years.
ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ പ്രവാസി ഭാരതീയ ദിനാഘോഷം കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. പ്രവാസി എക്സലൻസ് അവാർഡുകളും വിതരണം ചെയ്തു. ജീവൻ TV റീജിയണൽ ബ്യൂറോ ചീഫ് അജീഷ് അത്തോളിയെ ചടങ്ങിൽ ആദരിച്ചു. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഇൻഡോ അറബ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രവാസി ഭാരതീയ ദിനാഘോഷം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പ്രവാസി എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു. മന്ത്രി AK ശശീന്ദ്രനിൽ നിന്നും TC അഹമ്മദും നവാസ് പൂനൂരും പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് ഹസൻ അധ്യക്ഷനായി. പ്രവാസി ഭാരതീയ ദിനാഘോഷം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുമായും ഒരു നല്ല ബന്ധത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ച ഒരു കാലഘട്ടമാണ്. അമേരിക്ക, ഞാൻ അവരെ വിമർശിക്കാനൊന്നും ഈ അവസരം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട് അമേരിക്ക വളരെ ഒരു നിലക്കും രാജനീതി രംഗത്ത് പാടില്ലാത്ത തരത്തിലുള്ള പല സാഹസികമായ നടപടികളും എടുക്കുന്നു എന്നുള്ള വസ്തുതയിലേക്ക് നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ചടങ്ങിൽ ജീവൻ TV റീജിയണൽ ബ്യൂറോ ചീഫ് അജീഷ് അത്തോളിയെ ആദരിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. MV കുഞ്ഞാമു, ആറ്റക്കോയ പള്ളിക്കണ്ടി, കോയട്ടി മാളിയേക്കൽ, കമാൽ വരദൂർ, KT വാസുദേവൻ, AV ഫർദീസ്, AP അബ്ദുള്ളക്കുട്ടി, P മുഹമ്മദ് കോയ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബിന് പുതിയ ഭാരവാഹികൾ. പ്രസിഡന്റായി M സുധീർ കുമാർ, സെക്രട്ടറിയായി K ഷിജിൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. യോഗത്തിൽ അവാർഡ് ജേതാക്കളായ അംഗങ്ങളെ ആദരിച്ചു. കോഴിക്കോട് ജില്ലയിലെ മാധ്യമങ്ങളിലെയും പരസ്യ ഏജൻസികളിലെയും പരസ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ്ബ്. ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ: പ്രസിഡന്റായി M സുധീഷ് കുമാർ, സെക്രട്ടറിയായി K ഷിജിൻ, വൈസ് പ്രസിഡന്റായി KV രജീഷ്, ജോയിന്റ് സെക്രട്ടറിയായി ജെറി ക്ലമന്റ് ഹിസിയ, ട്രഷററായി NK പ്രസൂൺ, രക്ഷാധികാരിയായി N രാജീവ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു ഭാരവാഹികളായി ശ്രീജിത്ത് കടത്തനാട്, MV അനീഷ് കുമാർ, ദിനൽ ആനന്ദ്, BK വൈശാഖ്, R നിജിൽ, VB അനിൽകുമാർ, നിരഞ്ജ് ബാലകൃഷ്ണൻ, K രാഗേഷ്, M രഞ്ജിത്ത്, CA രാജീവ്, സുനിൽ വർഗീസ് എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. സീഷൽ ഹോട്ടലിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ചടങ്ങിൽ പെപ്പർ അവാർഡ് ജേതാക്കളായ വാട്ടർ ക്രിയേറ്റീവ് സ്റ്റുഡിയോ അംഗങ്ങളെ മൊമന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസി സംഘടനാ പ്രവർത്തകൻ RJ സജിത്തിന്റെ അഫ്രാജ് സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം എന്ന പുസ്തകം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. പ്രശസ്ത കവി PP ശ്രീധരൻ ഉണ്ണി പുസ്തകം ഏറ്റുവാങ്ങി. ഖത്തറിലെ തടവറകളിൽ നിന്നുയർന്ന ഒരു നേരിട്ടുള്ള സാക്ഷ്യപത്രമായ കൃതിയാണ് അഫ്രാജ് സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം എന്ന പുസ്തകം. ജയിൽ ജീവിതത്തിനിടയിൽ ലഭിച്ച നിയമഗ്രന്ഥങ്ങളുടെയും സഹതടവുകാരുടെ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെ തുറന്നു കാട്ടുന്ന പുസ്തകം. വേദനയുടെ രേഖ മാത്രമല്ല, അവബോധത്തിനുള്ള ശക്തമായ ആഹ്വാനം കൂടിയാണിത്. ടാഗോർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള പ്രശസ്ത കവി PP ശ്രീധരൻ ഉണ്ണിക്ക് നൽകിയ പുസ്തകം പ്രകാശനം ചെയ്തു. പിന്നെ എവിടെയാണ് നീതി? സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദമെന്ന് പറയുമ്പോൾ അത് ജന്മാവകാശം പോലെ നമ്മുടെ തിലകൻ മാത്രമല്ല, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ അദ്ദേഹവും 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സ്വാതന്ത്ര്യം ജന്മാവകാശമാണ്. അത് പിന്നീട് 48-ൽ
മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനത്തിന്റെ പൊരുളും ഈ അവകാശമാണ്. എവിടെ ജനിച്ചാലും ആർക്കും നിഷേധിക്കാൻ പാടില്ലാത്ത മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോൺഫറൻസിന്റെ ആ നിയമം ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. അത് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, വിവാദങ്ങൾക്ക് ഞാൻ. പക്ഷെ ഇവിടെ പറയാൻ മെയിൻ്റനൻസ് സിസ്റ്റം ശരിയാണ്. ലോകത്ത് 2 തരത്തിലുള്ള നിയമവ്യവസ്ഥകളുണ്ട്, ഫ്രഞ്ച് സിസ്റ്റവും മറ്റൊന്ന് ആംഗ്ലോ സാക്സൺ സിസ്റ്റവും. നെല്ലിയോട്ട് ബഷീർ അധ്യക്ഷനായിരുന്നു. UK കുമാരൻ പുസ്തകം പരിചയപ്പെടുത്തി. പുസ്തക ചർച്ചയിൽ അഡ്വക്കേറ്റ് PM നിയാസ്, പ്രജീഷ് തിരുത്തിയിൽ, ഡോക്ടർ M ഷിലൂജാസ്, ദിനേശ് കാരന്തൂർ, ബാബു കരിപ്പാല, ശ്രീശൻ തയ്യിൽ, ഷാബു പ്രസാദ്, അഡ്വക്കേറ്റ് അജീഷ് S ബ്രൈറ്റ്, എറീന സജിത്ത്, റൈനൈസ സജിത്ത് എന്നിവർ സംബന്ധിച്ചു. വേദ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിളംബര ജാഥ നടത്തി. വർണ്ണശബളമായ പരിപാടികളോടെയായിരുന്നു വിളംബര ജാഥ. വിളംബര ഘോഷയാത്രയിൽ രാമകൃഷ്ണൻ മിഷൻ സേവാശ്രമത്തിലെ സ്വാമി അവതാരാനന്ദ, സ്കൂൾ പ്രിൻസിപ്പൽ G മനോജ് കുമാർ, ഹെഡ്മാസ്റ്റർ ശാന്തകുമാർ K, PTA പ്രസിഡന്റ് സിദ്ദിഖ് PT എന്നിവർക്കൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവായ വിദ്യാർത്ഥിനി ആയിഷയും പങ്കെടുത്തു. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന യാത്രയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാരൂപങ്ങളായ ഒപ്പന, ദഫ്മുട്ട്, ഗ്രൂപ്പ് ഡാൻസ് എന്നിവ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. സ്കൂളിലെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, SPC, ലിറ്റിൽ കൈറ്റ്സ് എന്നിവരും ജാഥയിൽ അണിനിരന്നു. മതസൗഹാർദ്ദം വിളിച്ചോതിക്കൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ 1893 സർവമത സമ്മേളനം സ്കൂൾ വിദ്യാർത്ഥികൾ ടാബ്ലോ രൂപത്തിൽ അവതരിപ്പിച്ചു. അധ്യാപക, അനധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കർണാടക സംഗീത അക്കാദമി മലാപ്പറമ്പ് രജത ജൂബിലി ആഘോഷ നിറവിൽ. 25ാം വാർഷിക ആഘോഷ പരിപാടികളുടെ ലോഗോ പ്രകാശനം ജനുവരി 13 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. പരിപാടി തിരക്കഥാകൃത്ത് ശത്രുഘ്നൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 25 വർഷങ്ങളിലായി നിരവധി വിഷയങ്ങളിൽ
ക്ലാസ് സംഘടിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കലാസാഹിത്യ മേഖലകളിൽ ഔന്നത്യം നേടിയിട്ടുള്ള പല വ്യക്തികളെയും വർഷം തോറും ആദരിച്ചു വരാറുണ്ട്. കലാകൗസ്തുഭം, കാവ്യകൗസ്തുഭം, സർഗശ്രീ, വർണ്ണശ്രീ, അഭിനയശ്രീ ഇങ്ങനെ വിവിധ മേഖലയിൽപ്പെട്ട പ്രഗത്ഭമതികളായിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ അവാർഡ് എല്ലാ വർഷവും കൊടുത്തു വരുന്നുണ്ട്. കൂടാതെ കലാസാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും അതുല്യ പ്രതിഭകളായിട്ടുള്ള വ്യക്തികളെ നമ്മൾ ആദരിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാവങ്ങാട് MES വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടി മെറീന മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. കലാവിരുന്നുകളും അരങ്ങേറി. ആട്ടവും പാട്ടും നിറഞ്ഞ വേദിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കലാവിരുന്നുകൾ അവതരിപ്പിച്ചാണ് പാവങ്ങാട് MES സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം കളറാക്കിയത്. MES സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേക വേദിയിൽ ചലച്ചിത്ര നടി മെറീന മൈക്കിൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ AMP ഹംസ അധ്യക്ഷനായി. വാർഷിക റിപ്പോർട്ട് പ്രിൻസിപ്പൽ വി ഷജീന അവതരിപ്പിച്ചു. SMC സെക്രട്ടറി TPM സജാൽ മുഖ്യാതിഥിക്ക് ഉപഹാരം നൽകി. കൺഫ്യൂൻസ് 3.0യുടെ ഔദ്യോഗിക പ്രഖ്യാപനം PTMA പ്രസിഡന്റ് TA അബ്ദുൽ ഫവാസ് നിർവഹിച്ചു. ട്രഷറർ ഷാഷിം കടായിക്കലകം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം അടുത്ത വർഷം ഓഗസ്റ്റിൽ പൂർത്തിയാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രവാസികളുടെ തടഞ്ഞുവെച്ച പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് പ്രവാസി ലീഗ്. മാനാഞ്ചിറ അൻസാരി പാർക്കിന് സമീപം മിയാവാക്കി മാതൃക സൂക്ഷ്മവന നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം. ചെന്നൈ എക്സ്പ്രസ് ട്രെയിനിന് കൊല്ലങ്കോട് സ്റ്റോപ്പ് അനുവദിച്ചതിൽ റെയിൽവേ മന്ത്രിക്കും റെയിൽവേ അധികൃതർക്കും MVR ക്യാൻസർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണന്റെ അഭിനന്ദനം. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ പ്രവാസി ഭാരതീയ ദിനാഘോഷ പരിപാടികൾ കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.